തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ കുടിവെള്ളത്തെ ചൊല്ലി പ്രതിഷേധം. കോൺഗ്രസ് ബിജെപി കൌൺസിലർമാർ കാലിക്കുടങ്ങളുമായി നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശത്തിന്റെ പുലർച്ചെ എഴുന്നള്ളിപ്പിനിടെ ആനയടഞ്ഞു. ക്ഷേത്രത്തിലെ കൽവിളക്ക് ആന തകർത്തു. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ സൂപ്പർമാർക്കറ്റിൽ മോഷണം. VS മാർട്ടിലാണ് മോഷണം നടന്നത്. 1 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു. കൈപ്പറമ്പിൽ നിയന്ത്രണം വിട്ട വാഹനം മതിലുകൾ ഇടിച്ചു തകർത്തു. വാഹനത്തിന് പിന്നിൽ നിന്നിരുന്ന വാർഡ് മെമ്പർ അടക്കമുള്ളവർ ഓടിമാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. വാർത്തകൾ വിശദമായി. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ കുടിവെള്ള പ്രശ്നം ഉന്നയിച്ച് കോൺഗ്രസ് ബിജെപി കൌൺസിലർമാരുടെ പ്രതിഷേധം. താൽക്കാലിക കുടിവെള്ള പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഭരണപക്ഷ കൌൺസിലർമാർ. കാലിക്കുടവും കയറുമായി കൌൺസിൽ ഹാളിലെത്തിയ കോൺഗ്രസ് കൌൺസിലർ ലാലി ജെയിംസ് പ്രതീകാത്മകമായി വെള്ളം കോരി വേറിട്ട രീതിയിൽ പ്രതിഷേധിച്ചു. ബിജെപി കൌൺസിലർമാർ പ്ലക്കാർഡുകളും കാലിക്കുടങ്ങളുമായി നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കോടികൾ ചെലവഴിച്ചിട്ടും വെള്ളപ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തതിൽ ഭരണകക്ഷിക്കെതിരെ കോൺഗ്രസ് ബിജെപി കൌൺസിലർമാർ രൂക്ഷമായിട്ടാണ് വിമർശിച്ചത്. കുരിയച്ചിറ പ്ലാന്റിൽ നിന്നുള്ള ഈച്ചശല്യം രൂക്ഷമാണെന്നും ഇക്കാര്യത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്നും സിന്ധു ആന്റോ ചാക്കോള പറഞ്ഞു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇത്തരം വിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്ന ഭരണകക്ഷി കൌൺസിലർ സതീഷ് കുമാറിന്റെ പരാമർശത്തിന് മറുപടി പറയുകയായിരുന്നു അവർ. 2 ആഴ്ചയായുള്ള കുടിവെള്ളക്ഷാമം വളരെ ഗുരുതരമായ പ്രശ്നമാണെന്നും കുരിയച്ചിറ മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട നടത്തിപ്പുകാരെ പിരിച്ചുവിട്ടതാണ് പ്രശ്നത്തിന് കാരണമെന്നും ഹരിതകർമ്മസേനയ്ക്ക് പുതിയ വാഹനങ്ങൾ അനുവദിച്ചതിന് മേയറെയും ഭരണകക്ഷിയെയും അഭിനന്ദിക്കുന്നതായും ജോൺ ഡാനിയൽ പറഞ്ഞു. വാട്ടർ അതോറിറ്റിക്കാർ കുടിവെള്ള ലോറിക്കാരുമായി ഒത്തുകളി നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായി ജയപ്രകാശ് പൂവത്തിങ്കൽ ആരോപിച്ചു. കാലിക്കുടങ്ങൾ കൊണ്ടുവന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും പൈപ്പുകളിൽ എയർ കുടുങ്ങിയതാണ് ഇപ്പോഴുള്ള കുടിവെള്ള പ്രശ്നത്തിനിടയാക്കിയതെന്നും രാജശ്രീ ഗോപനും മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുടിവെള്ള പ്രശ്നം ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടുവെന്ന് ഡെപ്യൂട്ടി മേയർ ML റോസിയും പറഞ്ഞു. കുരിയച്ചിറ പ്ലാന്റിൽ ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നും കെട്ടിക്കിടക്കുന്ന മാലിന്യം 60% മാറ്റിയെന്നും ബാക്കി കൂടി ഉടൻ തന്നെ മാറ്റുമെന്നും പ്ലാന്റിന് പരിസരത്ത് ഈച്ചശല്യം ഇല്ലെന്നും അതിരിന് പുറത്താണ് ഈച്ചശല്യമെന്നും ആവശ്യമെങ്കിൽ അവിടെയും മരുന്നടിക്കാമെന്നും PK ഷാജൻ പറഞ്ഞു. കുടിവെള്ള പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മേയർ MK വർഗീസ് പറഞ്ഞു. പുതിയ 800 mm പൈപ്പിടുന്ന പദ്ധതി 18 കിലോമീറ്ററിൽ 12 കിലോമീറ്റർ പൂർത്തീകരിച്ചു. ബാക്കി പൂർത്തിയാകുന്നതോടെ 50 വർഷത്തേക്ക് കുടിവെള്ള പ്രശ്നം ഉണ്ടാകില്ല. ഇപ്പോഴുള്ള കുടിവെള്ള പ്രശ്നം എയർ വാൽവിന്റെ പ്രശ്നമാണ്. കുടിവെള്ള പ്രശ്നത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നും മേയർ പറഞ്ഞു. കൌൺസിലർമാരായ വിനോദ് പൊള്ളാഞ്ചേരി, ഡോക്ടർ V ആതിര, പൂർണിമ സുരേഷ്, N പ്രസാദ്, സുനിൽ രാജ്, ബീന മുരളി, സാറാമ റോബ്സൺ, മുകേഷ് കുളപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. ഉത്രാളിക്കാവ് പൂരം കരുമരക്കാട് ശിവക്ഷേത്രത്തിൽ പുലർച്ചെ എഴുന്നള്ളിപ്പിനിടെ വടക്കാഞ്ചേരി ദേശത്തിന്റെ ആന ഇടഞ്ഞു. പുത്തൻകുളങ്ങര അർജുനൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ക്ഷേത്രത്തിലെ കൽവിളക്കിന് കേടുപാട് വരുത്തി. പുലർച്ചെ 2:30യോടെയാണ് ആന ഇടഞ്ഞത്. തുടർന്ന് ക്ഷേത്രത്തിന്റെ ഗേറ്റ് ഇളക്കാൻ ശ്രമിച്ച ആനയെ പാപ്പാന്മാർ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് തളച്ചു. ആനപ്പുറത്ത് ഇരുന്നവരെ താഴെയിറക്കി ആനയെ പിന്നീട് ലോറിയിൽ കയറ്റി കൊണ്ടുപോയി. ഉത്രാളിക്കാവ് പൂരത്തിന് സമാപനമായി. പുലർച്ചെ 5:30 കുമരനെല്ലൂർ ദേശത്തിന്റെ വെടിക്കെട്ടിന് ശേഷം രാവിലെ 7 മണി മുതൽ മേളചക്രവർത്തി ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം നടന്നു. തുടർന്ന് 3 ദേശങ്ങളുടെ എഴുന്നള്ളിപ്പും കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നു. തുടർന്ന് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ പൂരം സമാപന ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്ര കോമരം പള്ളിയത്ത് മാധവൻ നായരുടെ നേതൃത്വത്തിൽ പൊങ്ങിലടി നടന്നു. തുടർന്ന് കോമരം കൽപ്പന ചൊല്ലി ചടങ്ങുകൾക്ക് ശേഷം ദേശങ്ങൾ ഉപചാരം ചൊല്ലി വിടവാങ്ങിയതോടെ ഇക്കൊല്ലത്തെ ഉത്രാളിക്കാവ് പൂരത്തിന് സമാപനമായി. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ സൂപ്പർമാർക്കറ്റിൽ മോഷണം. 1 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായി സൂചന. എടവിലങ്ങ് ചന്തയിലുള്ള VS മാർട്ടിലാണ് മോഷണം നടന്നത്. സൂപ്പർമാർക്കറ്റിന്റെ പുറകുവശത്തെ ഷട്ടറിന്റെ താഴ് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പണം നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക നിഗമനം. രാവിലെ സ്ഥാപനം തുറക്കാനെത്തിയവരാണ് മോഷണവിവരം അറിഞ്ഞത്.
തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടർ എം ശശിധരന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. തൃശൂർ കൈപ്പറമ്പിൽ നിയന്ത്രണം വിട്ട വാഹനം 2 മതിലുകൾ ഇടിച്ചു തകർത്തു. കൈപ്പറമ്പ് പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിയുടെ ബോർവെൽ ഫ്ലഷ് ചെയ്യാനായി കൊണ്ടുവന്ന ഭൂജല വകുപ്പിന്റെ വാഹനമാണ് ബ്രേക്ക് നഷ്ടപ്പെട്ട സമീപത്തെ 2 വീടുകളുടെ മതിലുകൾ ഇടിച്ചു തകർത്തത്. വാഹനത്തിന് പിന്നിൽ നിന്നിരുന്ന വാർഡ് മെമ്പർ അടക്കം ഓടി മാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. പരിക്കേറ്റ ഡ്രൈവറെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നായാട്ടുകുണ്ടിൽ മുള്ളൻപന്നി ബൈക്കിന് മുന്നിലേക്ക് ചാടിയതിനെ തുടർന്ന് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ദമ്പതികൾക്ക് പരിക്കേറ്റു. അമ്പനോളി മാമ്പ്രക്കാരൻ വീട്ടിൽ ജോണി, ഭാര്യ എൽസി എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം. അമ്പനോളിയിൽ നിന്ന് ചൊക്കന എസ്റ്റേറ്റിലേക്ക് പുലർച്ചെ ടാപ്പിംഗ് ജോലിക്കായി പോകുമ്പോൾ നായാട്ടുകുണ്ടിനു സമീപത്തെ ഇറക്കത്ത് വച്ചാണ് മുള്ളൻപന്നി ബൈക്കിലേക്ക് ചാടിയത്. സാരമായി പരിക്കേറ്റ ഇവർ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരാഴ്ച മുൻപ് എസ്റ്റേറ്റിൽ ടാപ്പിംഗ് ജോലി ചെയ്യുന്നതിനിടെ കാട്ടാന ഓടിച്ചതായും ഇവർ പറയുന്നു. എന്നിട്ട് 2 ആൾക്കാര് 2-3 മിനിറ്റ് വണ്ടിക്ക് വേണ്ടി വരണ്ടായത്. അവര് പിന്നെ മുന്നിലൊരാൾ വന്ന് വണ്ടിയുടെ അടിയിലാണ് ഞങ്ങള് കാര്യം. അവര് വണ്ടി നിർത്തിയിട്ട് അവര് മണ്ണി കട്ടഞ്ചാടിയാണ്. വയനാട് മുള്ളൻകൊല്ലിയിൽ നിന്ന് പിടികൂടിയ ആൺകടുവയെ തൃശൂർ മൃഗശാലയിൽ എത്തിച്ചു. 2 ദിവസം മുൻപ് പിടികൂടിയ കടുവ സുൽത്താൻ ബത്തേരി കുപ്പാടിയിലെ കടുവ പരിപാലന കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു. പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലാണ് കടുവയെ തൃശൂരിൽ എത്തിച്ചത്. കടുവയെ ക്വാറന്റൈനിൽ പാർപ്പിച്ച് ആരോഗ്യസ്ഥിതി വിലയിരുത്തും. അഴീക്കോട് കൊട്ടിക്കലിൽ വീടിന് നേരെ കല്ലേറ്. കൊട്ടിക്കൽ ക്ഷേത്രത്തിനു സമീപം വാട്ടപ്പള്ളി അലിയാരുടെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. തുടർച്ചയായുള്ള കല്ലേറിൽ ജനൽ ചില്ല് തകർന്നു. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴേക്കും അക്രമി ഓടി രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഉമ്മ റൂമിൽ കിടന്നിരുന്നത്. അപ്പോൾ ഉമ്മ റൂമിൽ കിടക്കുന്ന സമയത്ത് 2-3 പ്രാവശ്യം കല്ലെറിഞ്ഞ് 4-ാമത്തെ പ്രാവശ്യമാണ് ഗ്ലാസ് ഫ്രെയിമുകളെ കൊണ്ടുവരുന്നത്. പിന്നെ ഗ്ലാസ് കഴിഞ്ഞ് പൊട്ടി തെറിച്ച് അപ്പോഴെന്നെ വന്ന് വിളിക്കുന്ന ആൾ വന്നിട്ട് ലൈറ്റൊക്കെ ഇട്ട് നോക്കാം. ഉമ്മാകെ പാനിക്കായി പേടിച്ചു പോയി. ഇതായിപ്പോയി സംഭവം. അപ്പോൾ അത് നോക്കിയപ്പോഴാണ് ഇവിടെ അപ്പുറമൊക്കെ വിളിച്ച ആൾക്കാരെ വന്നിട്ട് നോക്കിയ പോലീസുകാർ വിളിച്ചപ്പോൾ പോലീസുകാർ വന്നു, 2 പേര് വന്നു. പിന്നെ അതെനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് 4 മണിയാകുമ്പോഴത്തേക്കും SI അന്വേഷണം വന്നിട്ട് എഴുതി പോയിട്ടുണ്ടായി. കേട്ടോ. വരവൂരിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി താഴ്ചയിലേക്ക് മറിഞ്ഞു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എറണാകുളം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. എറണാകുളത്ത് നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പോകുന്നതിനിടെയാണ് എതിരെ വന്ന മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ വരവൂർ ചിറാക്കുളത്തിലേക്ക് കാർ മറിഞ്ഞത്. എന്നാൽ മണ്ണ് ഇടിയാതിരിക്കാനായി നിർമ്മിച്ച തിട്ടയിൽ തങ്ങി നിന്നതിനാൽ കാർ കുളത്തിലേക്ക് വീണില്ല. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. UK-യിൽ ജോലി വാഗ്ദാനം ചെയ്ത് പാട്ടുരായ്ക്കൽ സ്കിൽഡ് ഇൻ സ്ഥാപനം 100-ൽ പരം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് 25 കോടിയോളം തട്ടിയെടുത്തതായി തട്ടിപ്പിന് ഇരയായവർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1 മാസമായി ഓഫീസ് അടഞ്ഞുകിടക്കുകയാണ്. വിവിധ ജില്ലകളിലെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് 2 ലക്ഷം മുതൽ 18 ലക്ഷം വരെ തട്ടിയെടുത്തതായും ജില്ലാ കളക്ടർക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയതായും ഇവർ പറഞ്ഞു. ഷിനിൽ ലൂക്ക, ബാബു കല്ലൂർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി മണ്ടംപറമ്പിൽ തിളച്ച ചായ ദേഹത്ത് വീണ് 1.5 വയസ്സുകാരനെ പൊള്ളലേറ്റു. ഊരുപറമ്പിൽ വീട്ടിൽ ഷിബു ബിന്ദുജ ദമ്പതികളുടെ മകൻ ശിവനേഷിനാണ് പൊള്ളലേറ്റത്. ശിവനേഷിനെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി പീച്ചി ഇടതുകര വലതുകര കനാലുകൾ ഇന്ന് തുറക്കും. അധിക ജലം ഒഴുകിവന്ന് ഇറിഗേഷൻ കനാലിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റേതാണ് മുന്നറിയിപ്പ്. മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. നഗരത്തിലെയും സമീപ പഞ്ചായത്തുകളിലെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെയും വിതരണത്തിനാവശ്യമായ ജലത്തിന്റെ കരുതൽ ശേഖരം നിലനിർത്തി പീച്ചി ഡാമിൽ നിന്ന് കുടിവെള്ളത്തിനാവശ്യമായ വെള്ളം തുറന്നുവിടുന്നതിനാണ് കളക്ടർ VR കൃഷ്ണതേജ ഉത്തരവിറക്കിയത്. ഡാമിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്ന ഓരോ ഘട്ടത്തിലും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അലർട്ട് നൽകും. മുൻകരുതലിന്റെ ഭാഗമായി കനാലുകളിൽ ഇറങ്ങുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും കന്നുകാലികളെ കുളിപ്പിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി. പാടശേഖരങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ടെങ്കിൽ മുൻകരുതൽ സ്വീകരിക്കാനും നിർദ്ദേശമുണ്ട്.
ചേലക്കര സ്വദേശിയായ യുവാവിനെ ട്രെയിനിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. ചേലക്കര വെങ്ങാനല്ലൂർ വലിയകത്ത് വീട്ടിൽ 44 വയസ്സുള്ള അബു താഹിറാണ് പൈങ്കുളം റോഡ് റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചത്. മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യ ഏകാധിപത്യത്തിലേക്കും മതാധിപത്യത്തിലേക്കും മാറാതിരിക്കണമെങ്കിൽ പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്നും UDF സ്ഥാനാർത്ഥികൾ വിജയിച്ച് അധികാരത്തിൽ വരേണ്ടത് ആവശ്യമാണെന്ന് PC വിഷ്ണുനാഥ് MLA. TN പ്രതാപൻ MP നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശയാത്ര മുല്ലശ്ശേരി ബ്ലോക്ക് തല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോദിയും പിണറായിയും തമ്മിലുള്ള അന്തർധാര പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF നേതാക്കളായ അസ്കർ അലി തങ്ങൾ, CC ശ്രീകുമാർ, ഷാജി കോടങ്ങടത്ത്, അനിൽ അക്കര, CJ സ്റ്റാൻലി എന്നിവർ നേതൃത്വം നൽകി. മുല്ലശ്ശേരി ബ്ലോക്ക് സെന്ററിൽ നിന്നും രാവിലെ ആരംഭിച്ച സ്നേഹ സന്ദേശയാത്ര ഉച്ചയ്ക്ക് ഏനാമാവ് സെന്ററിൽ സമാപിച്ചു. സ്നേഹത്തിന്റെ കടന്നു വന്നുകൊണ്ട് പ്രതാപൻ MP തൃശ്ശൂരിന്റെ മനസ്സുകളിലേക്ക് ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഏറ്റവും പ്രധാന ചടങ്ങായ ഉത്സവബലി നടന്നു. ഉത്സവത്തിന്റെ 8ാം ദിവസമാണ് ഉത്സവബലി ചടങ്ങ് നടന്നത്. രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ഉത്സവബലി ചടങ്ങുകൾ ആരംഭിച്ചു. ഭഗവാന്റെ ഭൂതഗണങ്ങളെ മുഴുവൻ പാണികുട്ടി വരുത്തി ബലി കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നതാണ് ചടങ്ങ്. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രമതിൽക്കകത്ത് എഴുന്നള്ളിച്ച് വെച്ച ഭഗവാനെ തൊഴുന്നതിന് ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിയത്. ഈ സമയത്ത് ഭഗവാനെ ദർശിക്കുന്നതിന് 30 മുക്കോടി ദേവന്മാരും എത്തും എന്നാണ് സങ്കല്പം. ഉത്സവബലിയോടനുബന്ധിച്ച് സദ്യയും ഉണ്ടായിരുന്നു. നാട്ടിക പഞ്ചായത്തിലെ പുഴയോര മേഖലയിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണം എന്ന ആവശ്യമുന്നയിച്ച് പ്രതിഷേധ സമരത്തിനൊരുങ്ങി BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി. പഞ്ചായത്തിൽ ചേർക്കര കൃഷ്ണൻകുട്ടി റോഡ് പരിസരം ഉൾപ്പെടെ കിഴക്കൻ മേഖലകളിൽ മാസങ്ങളായി കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മേഖലയിലെ നിരവധി പേർ ഒപ്പിട്ട നിവേദനം ജലസേചന വകുപ്പ് നാട്ടിക സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നേതാക്കൾ കൈമാറി. നേരത്തെയും BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ഈ വിഷയത്തിൽ പരാതി നൽകിയിരുന്നു. കുടിവെള്ളക്ഷാമത്തിന് ഉടൻ പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരം സംഘടിപ്പിക്കുമെന്ന് മണ്ഡലം സെക്രട്ടറി ലാൽ ഊണുങ്ങൽ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി KS സുധീർ, NS ഉണ്ണിമോൻ, PK ബേബി, വിജയമോഹനൻ, ജഗന്നിവാസൻ എന്നിവർ പറഞ്ഞു. പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റിനെതിരെ 15 കൊല്ലം കഴിഞ്ഞ വാഹനങ്ങളിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നിഷേധത്തിനെതിരെയും പ്രതിഷേധ കാലനെ ഗ്രൗണ്ടിൽ ഇറക്കി പ്രതിഷേധം രേഖപ്പെടുത്തി. തൃശൂർ താലൂക്കിലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഡ്രൈവിംഗ് സ്കൂൾ ഉടമ പെപ്പിൻ ജോർജ് കാലനായി വേഷമിട്ടു. അത്താണി ടെസ്റ്റ് ഗ്രൗണ്ടിലായിരുന്നു പ്രതിഷേധം. KSFE റിട്ടയേർഡ് എംപ്ലോയീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം T നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PS സുരാജ് അധ്യക്ഷത വഹിച്ചു. S ഹരി, S മുരളീകൃഷ്ണപിള്ള, ജോയ് സേവ്യർ, S അരുൺ ബോസ്, NA മൻസൂർ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് തിരുവത്രയിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സദസ്സും രമ്യ ഹരിദാസ് MP ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് തെബ്ഷീർ മഴുവഞ്ചേരി അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ പാളയം പ്രദീപ്, DCC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് TS അജിത്, MV ഹൈദരാലി, ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി തൃശൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് LDF ചിറ്റാറ്റുകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തി. LDF നേതാക്കളായ PG സുബിദാസ്, ഷാജി കാക്കശ്ശേരി, PL ഡൊമിനി, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, ചിറ്റാറ്റുകര സഹകരണ ബാങ്ക് പ്രസിഡന്റ് RA അബ്ദുൽ ഹക്കീം എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ ബൈപ്പാസിലെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നും കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ചത്തുരം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കണമെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് KKTM കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബിന്ദു ശർമിള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് TK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് KS ജോർജ്, ബ്ലോക്ക് സെക്രട്ടറി NAM അഷ്റഫ്, ട്രഷറർ VK ജോഷി തുടങ്ങിയവർ സംസാരിച്ചു.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി PM അമീർ പറഞ്ഞു. പാവറട്ടിയിൽ മുസ്ലിം ലീഗ് മണലൂർ നിയോജകമണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ വർഗീയതയ്ക്കെതിരെയും കേരള സർക്കാരിന്റെ പിടിപ്പുകേടുകൾക്കെതിരെയും പൊതുജനം വിധിയെഴുതും. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ UDF സ്ഥാനാർത്ഥി വിജയിച്ച് ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗ് മണലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് RA അബ്ദുൽ മനാഫ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് സനൌഫൽ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളുടെ ഇടയിലേക്ക് അതൊക്കെ ചർച്ച വരും. വലിയ രീതിയിൽ ജനരോഷം ആളിക്കത്തിയപ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ അവാർഡിന് അർഹയായി തൃശൂർ സ്വദേശിനി അക്ഷര M. ദാസ്. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ 2022 ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരത്തിനാണ് മോഹിനിയാട്ടം നർത്തകിയായ കലാമണ്ഡലം അക്ഷര അർഹയായത്. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മുസ്ലിം ലീഗ് പ്രവർത്തക സംഗമവും KKTM കോളേജിലെ MSF യൂണിറ്റിനുള്ള അനുമോദനവും നടന്നു. നിയോജകമണ്ഡലം പ്രസിഡന്റ് PK നൌഷാദ് വാളൂർ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് NS ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു. MSF യൂണിറ്റിനുള്ള ഉപഹാര സമർപ്പണം ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് PA സീതി നിർവഹിച്ചു. ദുബായ് KMCC സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് കൊടുങ്ങല്ലൂർ മുഖ്യാതിഥിയായിരുന്നു. മണ്ഡലം സെക്രട്ടറി PI നിസാർ, നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് TA നൌഷാദ് എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ ഗണിത ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മേന്മ ഗണിത പഠനോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് M. മഞ്ജുള ഉദ്ഘാടനം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറി പ്രവീൺ M. കുമാർ അധ്യക്ഷത വഹിച്ചു. വിവിധ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഗണിത മാഗസിനുകളുടെ പ്രകാശനം VH മായ നിർവഹിച്ചു. BRC പ്രതിനിധി TV അനുസ്മിത, ആശ തോമസ്, റിജി ജോസഫ് എന്നിവർ സംസാരിച്ചു. മികച്ച നഴ്സിനുള്ള അന്തർദേശീയ അംഗീകാരം നേടിയ ലിൻസി പീറ്ററിനും സംസ്ഥാന പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകനുള്ള പുരസ്കാരം ലഭിച്ച VK ശ്രീധരനും കുഴിക്കാട്ടുശ്ശേരി പൗരാവലി സ്വീകരണം നൽകി. സ്വീകരണ യോഗം ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. ബെന്നി ബഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ, മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PK ഡേവിസ്, ശോഭന ഗോകുൽനാഥ് എന്നിവർ പങ്കെടുത്തു. മുൻമന്ത്രി KM മാണിയുടെ ആത്മകഥാ ഗ്രന്ഥത്തിന്റെ കോപ്പി കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ കൊടകര പഞ്ചായത്ത് ഗ്രന്ഥശാലയിലേക്ക് സംഭാവന ചെയ്തു. കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം KO വർഗീസിൽ നിന്ന് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ പുസ്തകം ഏറ്റുവാങ്ങി. കേരള കോൺഗ്രസ് എം നിയോജകമണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ്, PI മാത്യു, ലൈബ്രറിയൻ സുഷമ T. ശാന്തൻ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സീനിയർ സിറ്റിസൺസ് ഫോറം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ VA വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K. സേതുമാധവൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി CC ജോസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് K. ഗോവിന്ദൻകുട്ടി മേനോൻ, P. മുഹമ്മദ് ബാബു, K. നാണു എന്നിവർ നേതൃത്വം നൽകി. മുടങ്ങിക്കിടക്കുന്ന സാമൂഹ്യ പെൻഷൻ ഉടൻ വിതരണം ചെയ്യുക, റെയിൽവേ കൺസെഷൻ പുനഃസ്ഥാപിക്കുക, വയോമിത്രം പദ്ധതി എല്ലാ ഗ്രാമങ്ങളിലും നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കടങ്ങോട് പഞ്ചായത്ത് 7-ാം വാർഡ് പാഴിയോട്ടുമുറിയിൽ നിർമ്മിച്ച പകൽ വീട് കെട്ടിടത്തിന്റെയും വനിതാ സ്വയം സഹായ സംഘങ്ങൾക്കുള്ള വർക്ക് ഷെഡ് കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ സ്ഥലം സൗജന്യമായി നൽകിയ മഞ്ഞപ്പറ്റ പാഴിയോട്ടുമന കൃഷ്ണൻ ഭട്ടതിരിപ്പാടിനെ ആദരിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV സുമതി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ വേവ് പദ്ധതിക്ക് തുടക്കമായി. തൃശൂർ ഡയറ്റ് ലെക്ചറർ ഡോക്ടർ VJ ബാബു ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സുന്ദരൻ കരുമത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ K. സജീന്ദ്രൻ, PTA പ്രസിഡന്റ് വർഷ സുഭാഷ്, പ്രിൻസി തോമസ്, ജിനി, മോളി തുടങ്ങിയവർ സംസാരിച്ചു.
മുരിക്കുങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം മാർച്ച് 2 ആഘോഷിക്കുമെന്ന് ക്ഷേത്രസമിതി ഭാരവാഹികൾ അറിയിച്ചു. 11 ഗജവീരന്മാരെ അണിനിരത്തിയുള്ള പൂരം എഴുന്നള്ളിപ്പ്, വിവിധ സമാജങ്ങളുടെ നേതൃത്വത്തിൽ കാവടിയാട്ടം, മേളവിദ്വാൻ കൊടകര ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരിമേളം, തായമ്പക, നാടൻ കലാരൂപങ്ങൾ എന്നിവ ആഘോഷ പരിപാടികളുടെ ഭാഗമായി അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രസമിതി പ്രസിഡന്റ് വേണു നന്ദാളി, സെക്രട്ടറി ഉണ്ണികൃഷ്ണ മേനോൻ പുഞ്ചപ്പറമ്പിൽ, ഖജാൻജി അജിത് കുമാർ തുമ്പരത്തി, ബിനീഷ് ഒല്ലൂക്കാരൻ, അഭിലാഷ് ഈശ്വരൻ ചാലിൽ എന്നിവർ പങ്കെടുത്തു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന് നാക് അക്രഡിറ്റേഷൻ എ ഗ്രേഡ് ലഭിച്ചതിന്റെ ഭാഗമായുള്ള ആഘോഷ പരിപാടികൾ വെള്ളിയാഴ്ച സംഘടിപ്പിക്കുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. ഉച്ചകഴിഞ്ഞ് 2:30 കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പാൾ ഡോക്ടർ മാത്യു പോൾ ഊക്കൻ, പ്രോഗ്രാം കൺവീനർ പ്രൊഫസർ ഡോക്ടർ ജെ സനിൽ രാജ് എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം അബ്ദുൽ കരീം ഹാജിയുടെ 26ാമത് ഉറൂസ് മുബാറക്കിന് തുടക്കമായി. രാവിലെ അബൂബക്കർ സഅദി കക്കടിപ്പുറം കൊടി ഉയർത്തി. പി എ അബൂബക്കർ ഹാജി, പി ബി മൂസ ഹാജി, ഇസ്മായിൽ കരീമി, സിറാജുദ്ദീൻ സഖാഫി എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് കൂട്ട സിയാറത്ത് നടന്നു. ഇന്ന് രാത്രി ഖുത്ബിയത്ത്, വ്യാഴാഴ്ച രാത്രി 7 റിഫായി റാത്തീബ് എന്നിവ നടക്കും. മാർച്ച് 1 വൈകിട്ട് 7 നടക്കുന്ന മദ്ഹ് രാവിനെ മുഹമ്മദ് റാഷിദ് ജൗഹരി കൊല്ലം നേതൃത്വം നൽകും. രാത്രി 9 നടക്കുന്ന കരീമിയ മജ്ലിസിനെ സയ്യിദ് ശിഹാബുദ്ദീൻ അഹ്ദൽ മത്തന്നൂർ തങ്ങൾ നേതൃത്വം നൽകും. സി മുഹമ്മദ് ഫൈസി പ്രഭാഷണം നടത്തും. മാർച്ച് 2 വൈകിട്ട് 7 നടക്കുന്ന ഖത്തം ദുവാക്ക് ആലി മുസ്ലിയാർ വെട്ടത്തൂർ നേതൃത്വം നൽകും. ഫസൽ തങ്ങൾ വാടാനപ്പള്ളി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ കുടിവെള്ളത്തെ ചൊല്ലി പ്രതിഷേധം. കോൺഗ്രസ് ബി.ജെ.പി. കൌൺസിലർമാർ കാലിക്കുടങ്ങളുമായി നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശത്തിന്റെ പുലർച്ചെ എഴുന്നള്ളിപ്പിനിടെ ആനയടഞ്ഞു. ക്ഷേത്രത്തിലെ കൽവിളക്ക് ആന തകർത്തു. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ സൂപ്പർമാർക്കറ്റിൽ മോഷണം. BS മാർട്ടിലാണ് മോഷണം നടന്നത്. 1 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു. കൈപ്പറമ്പിൽ നിയന്ത്രണം വിട്ട വാഹനം മതിലുകൾ ഇടിച്ചു തകർത്തു. വാഹനത്തിന് പിന്നിൽ നിന്നിരുന്ന വാർഡ് മെമ്പർ അടക്കമുള്ളവർ ഓടിമാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.